തൃശൂർ എറവിലെ സർക്കാർ മൃഗാശുപത്രി ശോചനീയാവസ്ഥയിൽ. കാട് കയറിയ മൃഗാശുപത്രി ഇഴജന്തുക്കളുടെ താവളമാണ്. മൃഗാശുപത്രി കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. ചികിത്സയ്ക്കല്ലാതെ എത്തുന്ന മൃഗങ്ങളെ കാണണമെങ്കിൽ എറവിലെ മൃഗാശുപത്രിയിലെത്തിയാൽ മതി. മൃഗാശുപത്രിയിലെ മുറികൾക്ക് മുകളിലുള്ള വിടവിലൂടെയും ശുചിമുറിയിലെ ദ്വാരങ്ങൾക്കിടയിലൂടെയും ഇടയ്ക്കിടെ വരുന്ന പാമ്പുകളെ കാണാം. പലപ്പോഴും പാമ്പുകളെ കണ്ട് ഭയന്നതായി ജീവനക്കാർ പറയുന്നു. ആശുപത്രിയോട് ചേർന്നുള്ള കിണറും പാമ്പുകളുടെ താവളമാണ്. പഴയ ഓടിട്ട ഇരുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇവിടെ മരപ്പെട്ടി, വെള്ളിമൂങ്ങ തുടങ്ങി പലവിധ ജീവികൾ ഉള്ളതായി ജീവനക്കാർ പറയുന്നു. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി. മൃഗാശുപത്രി നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച അരിമ്പൂർ പഞ്ചായത്തും എറവ് മഹാവിഷ്ണു ക്ഷേത്രവുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം കോടതിയിലാണ്. ക്ഷേത്രം ഭാരവാഹികൾ കേസിന് പോയത് കാരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. വെറ്റിനറി ഹോസ്പിറ്റൽ ശോചനീയാവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. അരിമ്പൂർ പഞ്ചായത്ത് 1974 പണം മുടക്കി വാങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും ഉള്ള സ്ഥാപനത്തിന് ഇപ്പോൾ 2014 ശേഷം തൊട്ടടുത്ത് ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള അമ്പലം അവകാശവാദം ഉന്നയിച്ചതിൻ്റെയും കേസിന് പോയതിൻ്റെ പേരിലാണ് അവിടെ പുതിയ നിർമ്മാണങ്ങൾ നടത്താൻ കഴിയാത്തത്. 2 മുറികൾ മാത്രമാണ് മൃഗാശുപത്രിക്കുള്ളിൽ തട്ടിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്ത് ഇരുമ്പ് തകിടുമേഞ്ഞതാണ്. ഇതിന്റെ പല ഭാഗവും പട്ടിക ദ്രവിച്ച് തലയിൽ വീഴുന്ന അവസ്ഥയിലാണ്. അതേസമയം ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നികുതി അടക്കുന്നതടക്കം താങ്കളാണെന്നും മൃഗാശുപത്രി ശോചനീയാവസ്ഥ തീർത്തുകൊടുക്കാൻ തയ്യാറാണെങ്കിലും പഞ്ചായത്ത് അധികാരികൾ ചെവിക്കൊണ്ടില്ലെന്നും ക്ഷേത്രം ഭാരവാഹികളും പറയുന്നു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മൃഗാശുപത്രി കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കളക്ടർ ഇടപെടുകയും ജില്ലാ കളക്ടർ ഇടപെടുകയും അതനുസരിച്ച് ഈ ഭൂമിയുടെ കാലാകാലങ്ങളിലുള്ള നികുതി ക്ഷേത്രം കമ്മിറ്റി അടച്ചു വരുന്നതാണ്. ഈ മൃഗാശുപത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അതിൻ്റെ കാലാകാലങ്ങളിൽ റിപ്പയർ നടത്താനായി ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മതം കോടതിയിൽ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് ആ വർക്ക് നടക്കാത്തത്. മൃഗങ്ങളുമായി എത്തുന്നവർക്ക് സൗകര്യക്കുറവോ മരുന്നുകൾക്ക് ക്ഷാമമോ ഇവിടെയില്ല. എന്നാൽ ഇഴജന്തുക്കളെ പേടിച്ചു വേണം പ്രദേശത്തെത്താൻ. മൃഗാശുപത്രി കെട്ടിടം നവീകരിക്കേണ്ടത് നാട്ടുകാരുടെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. എറവിലെ സർക്കാർ മൃഗാശുപത്രി പ്രദേശവാസികൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികൃതർ ഇടപെട്ട് ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ മൃഗാശുപത്രി എന്ന് പറഞ്ഞ ഒരു 40-45 കൊല്ലത്തിൽ മേലെയായിട്ട് സ്ഥാപനം വന്നിട്ടെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് നല്ലൊരു സ്ഥാപനം നിലനിന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പൊളിച്ച് പണിയാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മാറ്റി സ്ഥാപിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. പിന്നെ ഇപ്പോൾ അമ്പലമായിട്ടുള്ള പ്രശ്നം തീർക്കേണ്ടത് ഗവൺമെൻറ്റും മൃഗാശുപത്രി അധികൃതരാണ് എന്നാണ് എനിക്ക് തോന്നണത്. അതുകൊണ്ട് അത് നല്ലൊരു സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അത് നിറവേറ്റി തരണമെന്ന് ഞങ്ങൾ വളരെ ഇതിൽ അപേക്ഷിക്കുകയാണ്. എറവിൽ ആറാറിലുള്ള മൃഗാശുപത്രി നിലനിന്ന് കാണണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ. ഇപ്പോൾ ഭയങ്കര ശോചനീയാവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടുത്തെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ. അപ്പോൾ ചെളി മഴ പെയ്ത് കഴിഞ്ഞാൽ ചെളീനെ അവിടെ ആകെ വണ്ടികൾ കൊണ്ടുകഴിഞ്ഞാൽ വണ്ടികൾ താഴ്ന്നു പോകും. അപ്പോൾ അത് എത്രയും വേഗം ഒന്ന് നല്ല ഇതിൽ നവീകരിച്ച് നല്ലൊരു ഇതിൽ നിലനിന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, ഈ ആശുപത്രി ഉപകാരപ്പെടണം, അതിനായുള്ള ഇടപെടൽ വേണം, അത് തന്നെയല്ലേ നാട്ടുകാരുടെ ആവശ്യം? തൃശൂർ എറവിലുള്ള മൃഗാശുപത്രിയാണ് ഇപ്പോൾ കാട് കയറി കിടക്കുന്നത്. ഈ ചികിത്സിക്കാൻ എത്തുന്ന മൃഗങ്ങൾക്ക് പുറമെ അവിടെ ധാരാളം മൃഗങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. ഇഴജന്തുക്കളടക്കം ഉള്ള ശല്യം, അതിൻ്റെ അടക്കം ശല്യം ഇപ്പോൾ ഈ ഒരു പ്രദേശത്തുണ്ട് എന്നാണ് പറയുന്നത്. ആകെ കാട് മൂടിയ അവസ്ഥയിലാണ്. മാത്രമല്ല കെട്ടിടം വളരെ ശോചനീയാവസ്ഥയിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും നിലംപൊത്താവുന്ന രീതിയിലാണ് എന്നാണ് ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇത് ഒരു തർക്കഭൂമിയിലാണ് നിലവിൽ ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രവുമായുള്ള ഒരു തർക്കം കോടതിയിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് റിനോവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പുതുക്കി പണിയാൻ സാധിക്കുന്നില്ല എന്ന് പഞ്ചായത്ത് പറയുന്നത്. പക്ഷേ അത് പുതുക്കി പണിയാൻ തയ്യാറായിട്ട് പോലും പഞ്ചായത്ത് അതിനുള്ള അനുമതി തരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളും പറയുന്നത്. നിലവിൽ കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ്. ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നാട്ടുകാരെ സംബന്ധിച്ച് ഇത് ഒരു ദുരിതമായി മാറിയിരിക്കുകയാണ്. ഇത് നാട്ടുകാരുടെ കൂടെ ആവശ്യമായി മാറിയ ഒരു സാഹചര്യമാണ്. അത്രത്തോളം ഈ ഇഴജന്തുക്കളുടെ ശല്യം ഈ ഒരു പ്രദേശത്തുണ്ട് എന്നാണ് അയൽവാസികൾ അടക്കം പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു ആശുപത്രി, ഈ ഒരു മൃഗാശുപത്രി അത് പുനർനിർമ്മിച്ച് നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.